Dear students, welcome to Learner's World. In this video, I'm going to talk about Introduction. Brandon Sanderson on Writing Science Fiction and Fantasy by Brandon Sanderson, FAUGP Semester 4, SEC Literature under Calicut University. Summary of Introduction. Brandon Sanderson on Writing Science Fiction and Fantasy. ഇപ്പോൾ എഴുത്തിനോടും ടീച്ചിങ്ങിനോടുള്ള ബ്രാൻഡൻ സാൻഡേഴ്സൻ്റെ സമീപനത്തെക്കുറിച്ചിട്ടുള്ള ഒരു വർക്കാണിത്. ബ്രാൻഡൻ സാൻഡേഴ്സൺ ഈസ് എ വേൾഡ് റെനോൺ അമേരിക്കൻ ഓതർ ഫേമസ് ഫോർ ഹിസ് ഇൻ്റർകണക്റ്റഡ് യൂണിവേഴ്സ് കോൾഡ് ദ കോസ്മിയർ. ബ്രാൻഡൻ സാൻഡേഴ്സൺ എന്ന് പറയുന്നത് ഒരു പ്രശസ്തനായിട്ടുള്ള അമേരിക്കൻ എഴുത്തുകാരനാണ്. ഫാൻറ്റസി, സയൻസ് ഫിക്ഷൻ എന്നീ സാഹിത്യശാഖകളിലെ കൃതികൾക്കാണ് അദ്ദേഹം കൂടുതൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് കോസ്മിയർ എന്ന് പറഞ്ഞിട്ടുള്ള പരസ്പരം ബന്ധിപ്പിച്ച സാങ്കല്പിക ലോകം അദ്ദേഹത്തെ ലോകപ്രശസ്തനാക്കി. ഈസ് നോൺ ഫോർ സാൻഡേഴ്സൺസ് ലോ ഓഫ് മാജിക് ആൻഡ് ഫോർ കംപ്ലീറ്റിംഗ് റോബർട്ട് ജോർഡൻസ് ദ വീൽ ഓഫ് ടൈം സീരീസ്. അദ്ദേഹം പിന്നീട് അറിയപ്പെടുന്നത് കഥകളിലൊക്കെയുള്ള മാന്ത്രിക ശക്തികൾ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ വിശദീകരിക്കുന്ന സാൻഡേഴ്സൺസ് ലോ ഓഫ് മാജിക് എന്ന ആശയത്തിലൂടെയും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റോബർട്ട് ജോർഡൻ എഴുതിയിട്ടുള്ള ദ വീൽ ഓഫ് ടൈം സീരീസ് അത് പൂർത്തിയാക്കുന്നതിലൂടെയും അദ്ദേഹം ഫേമസ് ആയിട്ടുണ്ട്. നെക്സ്റ്റ്, സാൻഡേഴ്സൺ ഈസ് ഓൾസോ ഹൈലി റിഗാർഡഡ് ക്രിയേറ്റീവ് റൈറ്റിംഗ് ടീച്ചർ അറ്റ് ബിർമിംഗാം യങ് യൂണിവേഴ്സിറ്റി. അദ്ദേഹം ഈ ഒരു ബിർമിംഗാം യങ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രശസ്തനായിട്ടുള്ള എഴുത്ത് ടീച്ചറാണ്, റൈറ്റിംഗ് ടീച്ചറായിരുന്നു. ഹിസ് ടീച്ചിങ് ഫിലോസഫി ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് എ നട്സ് ആൻഡ് ബോൾസ് അപ്രോച്ച്, മീനിങ് ഹി ഫോക്കസസ് ഓൺ ദ പ്രാക്ടിക്കൽ മെക്കാനിക്സ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് റാദർ ദാൻ അബ്സ്ട്രാക്ട് ലിറ്റററി തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ് ഫിലോസഫീനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് നട്സ് ആൻഡ് ബോൾസ് അപ്രോച്ച് എന്നുള്ളതാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടീച്ചിങ് ശൈലിനെ വിളിക്കുന്നത് നട്സ് ആൻഡ് ബോൾസ് ആണ്. അതായത് സങ്കീർണമായിട്ടുള്ള സാഹിത്യ സിദ്ധാന്തങ്ങളെക്കാൾ കഥയെ, അതായത് സ്റ്റോറി നിർമ്മിക്കുന്ന ഒരു പ്രാക്ടിക്കൽ അപ്രോച്ചാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിരുന്നത്. He believes that writing is a craft that can be learned through discipline, റെഗുലർ പ്രാക്ടീസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് സ്ട്രക്ചർ. അദ്ദേഹം വിശ്വസിച്ചിരുന്നത് എഴുത്ത് എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റാണ്, അതായത് ഒരു കഴിവാണെന്നുള്ളതായിരുന്നു. അത് നമുക്ക് നേടാൻ കഴിയുന്ന ആ കഴിവ്, എഴുത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ആ കഴിവ് നമുക്ക് നേടാൻ കഴിയുന്നത് റെഗുലറായിട്ടുള്ള പ്രാക്ടീസിലൂടെയും അതോടൊപ്പം തന്നെ നല്ല അച്ചടക്കത്തിലൂടെയുമായിരുന്നു. His lesson emphasizes essential elements such as plot, construction, character development, world building and the realities of publishing. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലെസൺ ഊന്നൽ നൽകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങൾക്കാണ്. പ്ലോട്ട് കൺസ്ട്രക്ഷൻ, ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്, അതായത് കഥാപാത്ര നിർമ്മാണം, അതുപോലെ തന്നെ വേൾഡ് ബിൽഡിംഗ്, ലോക സൃഷ്ടി, അതുപോലെ പബ്ലിഷിങ്ങിൻ്റെ റിയാലിറ്റീസ്, അതായത് പ്രസാധന രംഗത്തുള്ള യാഥാർത്ഥ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ലെസണിലെ പ്രധാന ഒരു ആശയം എന്ന് പറയുന്നത്. വൺ ഓഫ് സാൻഡേഴ്സൺസ് കീ ഐഡിയാസ് ഈസ് ദ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ആർക്കിടെക്ട്സ് ആൻഡ് ഗാർഡനേഴ്സ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് ആർക്കിടെക്റ്റും ഗാർഡനേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, ആ ഒരു വ്യത്യാസം അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. Architects carefully plan their stories before writing, while gardeners discover the story as they writing. അതായത് അദ്ദേഹം നടത്തിയിട്ടുള്ള ആ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് എഴുതുന്നതിന് മുമ്പേ കഥ മുഴുവനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗാർഡനേഴ്സ് എന്ന് പറയുന്നത് എഴുതുന്നതിന് ഇടയാണ്, അതായത് എഴുതുന്നതിനോടൊപ്പം തന്നെയാണ് കഥ കണ്ടെത്തുന്നതും. Sanderson does not claim one method is better. Instead, he encourages writers to find what works best for them. അതായത് സാൻഡേഴ്സൺ ഒരിക്കലും അവകാശപ്പെടുന്നില്ല ഏത് മെത്തേഡാണ് ശരി, ഏത് മെത്തേഡാണ് നല്ലത് എന്നുള്ളത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെ പറയുന്നില്ല. അതായത് ഓരോ എഴുത്തുകാരനും തനിക്ക് യോജിച്ച രീതി എന്താണ് അതാണ് കണ്ടെത്തേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം.
He also stresses the importance of consistency over intensity, advising writers to maintain a manageable routine rather than waiting for sudden inspiration. അദ്ദേഹം എപ്പോഴും അദ്ദേഹം ഊന്നൽ നൽകിയിരുന്നത് കൺസിസ്റ്റൻസിക്കാണ് ഇമ്പോർട്ടൻസ് നൽകേണ്ടത്. അതായത് സ്ഥിരതയുള്ള എഴുത്ത് ശീലമാണ് ഇമ്പോർട്ടൻ്റ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതോടൊപ്പം തന്നെ എഴുത്തിൽ അനദർ ഇമ്പോർട്ടൻ്റ് ലെസൺ ഈസ് മാനേജിങ് എക്സ്പെക്റ്റേഷൻസ്. അതായത് നമ്മുടെ പ്രതീക്ഷകൾ കൺട്രോൾ ചെയ്യണം. അതായത് നിയന്ത്രിക്കേണ്ടതിൻ്റെ എഴുത്തിൽ നമ്മളെ പ്രതീക്ഷകൾ എക്സ്പെക്റ്റേഷൻസ് നിയന്ത്രിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. Sanderson advises writers to focus on controllable goals like finishing a manuscript instead of worrying about fame or success. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, അതായത് നമുക്കൊരു ഫെയിമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സക്സസ് വിജയത്തിന് വേണ്ടിയിട്ട് എഴുതരുത്. അതിനെക്കുറിച്ചിട്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ആശങ്കപ്പെടുകയേ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് നമ്മളെപ്പോഴും ഒരു ബുക്ക് പൂർത്തിയാക്കുന്നത് പോലുള്ള നിയന്ത്രിക്കാവുന്ന ലക്ഷ്യങ്ങളിൽ മാത്രമേ ശ്രദ്ധ കേന്ദ്രീകരിക്കാവൂ. അല്ലാതെ നമ്മൾ ഒരു ബുക്ക് എഴുതുന്ന സമയത്ത് അത് പൂർത്തിയാക്കണം എന്നുള്ള ലക്ഷ്യം മാത്രമേ നമുക്കുണ്ടാവാൻ പാടുള്ളൂ. അതിൻ്റെ ഫേമസ്, അതിൻ്റെ ഒരു പ്രശസ്തി, അതിൻ്റെ വിജയം, അതൊന്നും നമ്മൾ ലക്ഷ്യം വെക്കരുത്. He combines writing to exercise, calling it a personally enriching activity that improve with regular effort. അദ്ദേഹം എഴുത്തിനെ ഒരു എക്സസൈസായിട്ട് അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഒരു വ്യായാമത്തോട് അദ്ദേഹം എഴുത്തിനെ ഉപമിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് വ്യക്തിപരമായിട്ട് സംതൃപ്തി നൽകുന്ന ഒരു പ്രവർത്തനമാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. He also encourages participation writing groups for motivation and accountability, but wants that feedback should be descriptive, not prescriptive. അദ്ദേഹം പിന്നീട് പറയുന്നുണ്ട്, എഴുത്ത് എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മകളിൽ, അതായത് ഒരു ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനിൽ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ഒരു ഗ്രൂപ്പായിട്ട് ഉള്ള ഒരു എഴുത്തിനെയാണ് അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത്. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കണം, പ്രിസ്ക്രിപ്റ്റീവ് ആകരുതെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇൻ കൺക്ലൂഷൻ, സാൻഡേഴ്സൺസ് അപ്രോച്ച് പ്രിപ്പയർ സ്റ്റുഡൻസ് ഫോർ ദ പ്രൊഫഷണൽ റൈറ്റിംഗ് വേൾഡ് while reinforcing that writing is a meaningful creative practice for everyone regardless of career ambitions. അദ്ദേഹം പിന്നെ ഈ ഒരു വർക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് തന്നെ സാൻഡേഴ്സൻ്റെ ഈ ഒരു എഴുത്തിനോടുള്ള സമീപനം സ്റ്റുഡൻസിനെ ഒരു പ്രൊഫഷണൽ എഴുത്തിനായിട്ട് തയ്യാറെടുക്കാൻ, പ്രിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ എഴുത്തെന്ന് പറയുന്നത് ഏത് വ്യക്തിക്കും മീനിങ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണെന്ന് അദ്ദേഹം ഉറപ്പ് നൽകുന്നുണ്ട്. അങ്ങനെ ഈ ഒരു വർക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.